കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നമ്മുടെ വാർത്താ ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാന വിഷയമുണ്ട്. നമ്മുടെ രാജ്യത്ത് വീണ്ടും ഒരു മിനി ലോക്ക്ഡൌണിന് സമാനമായ സാഹചര്യം ഒരുങ്ങുന്നു. സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറുന്നു. IT അടക്കമുള്ള മേഖലകളിൽ വർക്ക് ഫ്രം ഹോം സംവിധാനം തിരികെ വരുന്നു. പ്രധാനമന്ത്രിയുടെ ഈ ആഹ്വാനത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? പലരും ചിന്തിക്കുന്നത് പോലെ ഇതൊരു വലിയ പ്രതിസന്ധിയോ പൂർണ്ണ ലോക്ക്ഡൌണോ അല്ല. മറിച്ച് ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയെ, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളെ തുടർന്നുണ്ടായ ആഗോള എണ്ണ പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ നടത്തുന്ന ഏറ്റവും തന്ത്രപരവും ദീർഘവീക്ഷണവുമുള്ള ഒരു സാമ്പത്തിക സുരക്ഷാ നീക്കമാണിത്. നേഷൻ ഫസ്റ്റ് എന്ന നമ്മുടെ നയത്തിൽ ഊന്നി നിന്നുകൊണ്ട് പുതിയ ലോകക്രമത്തിലെ ഊർജ്ജ യുദ്ധത്തെ ഇന്ത്യ എങ്ങനെ നേരിടുന്നുവെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. പശ്ചിമേഷ്യ അഥവാ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് ലോകത്തിന്റെ ഇന്ധന ടാങ്കാണ്. അവിടെ സമാധാനം നഷ്ടപ്പെടുമ്പോൾ, യുദ്ധ കാഹളം മുഴങ്ങുമ്പോൾ ലോകമെമ്പാടുമുള്ള എണ്ണ വിതരണ ശൃംഖലയാണ് തകരുന്നത്. അസംസ്കൃത എണ്ണയുടെ വില അന്താരാഷ്ട്ര വിപണിയിൽ കുതിച്ചുയരുകയാണ്. ഇന്ത്യയെ പോലെ തങ്ങൾക്ക് ആവശ്യമായ ഇന്ധനത്തിന്റെ 80% ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ഇന്ധനവില വർദ്ധിച്ചാൽ അത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്ക് നയിക്കും. സമ്പദ് വ്യവസ്ഥയെ അത് സാരമായി ബാധിക്കും. പഴയ കാലത്തായിരുന്നുവെങ്കിൽ നാം ഈ വിലക്കയറ്റം നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നേനെ. എന്നാൽ ഇന്നത്തെ ഇന്ത്യ അങ്ങനെയല്ല. പ്രതിസന്ധികൾ വന്നു മൂടുന്നതിന് മുമ്പ് തന്നെ അതിനെ തടയാനുള്ള പ്രോ ആക്റ്റീവായ ഒരു സമീപനമാണ് ഇന്ന് രാജ്യത്തിനുള്ളത്. അവിടെയാണ് ഈ മിനി ലോക്ക്ഡൌണിന്റെയും വർക്ക് ഫ്രം ഹോമിന്റെയും ശാസ്ത്രീയത നാം മനസ്സിലാക്കേണ്ടത്. ആദ്യം തന്നെ എന്തിനാണ് സ്കൂളുകളും കോളേജുകളും ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറ്റാനുള്ള ആവശ്യം സർക്കാർ അറിയിച്ചതെന്ന് നോക്കാം. ഇതിൽ കുട്ടികളുടെ ആരോഗ്യത്തെക്കാൾ ഉപരി രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യമാണ് പ്രധാനം. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് സ്കൂൾ ബസ്സുകൾ, കുട്ടികളെ സ്കൂളിലാക്കാൻ പോകുന്ന മാതാപിതാക്കളുടെ ഇരുചക്ര വാഹനങ്ങൾ, കാറുകൾ, ദിവസേന എത്ര കോടി ലിറ്റർ പെട്രോളും ഡീസലുമാണ് ഇതിനു മാത്രം കത്തിത്തീരുന്നതെന്ന് ചിന്തിച്ചു നോക്കുക. സ്കൂളുകൾ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറുമ്പോൾ ഈ വാഹനങ്ങളെല്ലാം നിരത്തിൽ നിന്നും ഒഴിവാവുകയാണ്. ഡിജിറ്റൽ ഇന്ത്യയുടെ കാര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം യാതൊരു മുടക്കവുമില്ലാതെ നടക്കുകയും ചെയ്യും. അതേസമയം കോടിക്കണക്കിന് ലിറ്റർ ഇന്ധനം രാജ്യം ലാഭിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി വർക്ക് ഫ്രം ഹോം സംവിധാനത്തിന്റെ കാര്യമെടുക്കാം. IT മേഖല, കോർപ്പറേറ്റ് ഓഫീസുകൾ തുടങ്ങിയവ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന രീതിയിലേക്ക് മാറുമ്പോൾ ദിവസേനയുള്ള യാത്രകളാണ് അവിടെയും ഇല്ലാതെയാകുന്നത്. മണിക്കൂറുകളോളം ട്രാഫിക്കിൽ കിടന്ന് കത്തുന്ന ഇന്ധനം അവിടെ സംരക്ഷിക്കപ്പെടുന്നു. ഓഫീസുകൾ പ്രവർത്തിക്കാൻ വേണ്ടി വരുന്ന വൻകിട ജനറേറ്ററുകളുടെ ഇന്ധന ചെലവും ഇതിലൂടെ ഇല്ലാതാകുന്നു. ശത്രുക്കൾ അല്ലെങ്കിൽ ആഗോള സാഹചര്യങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ തളർത്തുമെന്ന് വിചാരിക്കുന്നിടത്ത് നമ്മുടെ യുവത്വം നമ്മുടെ വീടുകളിലിരുന്ന് ലാപ്ടോപ്പുകളിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക ചക്രം മുന്നോട്ട് നയിക്കുകയാണ്. സമ്പദ് വ്യവസ്ഥ തകരുന്നില്ല, എന്നാൽ അതിനായി ചിലവഴിക്കേണ്ടി വരുന്ന ഊർജം നമ്മൾ ലാഭിക്കുകയും ചെയ്യുന്നു. ഇതാണ് സ്മാർട്ടായ ഒരു ഭരണകൂടത്തിന്റെ ദീർഘവീക്ഷണം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇങ്ങനെ ലാഭിക്കുന്ന ഇന്ധനം കൊണ്ട് രാജ്യം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. അവിടെയാണ് ഏറ്റവും വലിയ രാജ്യതന്ത്രം ഒളിഞ്ഞിരിക്കുന്നത്. നമ്മൾ സ്കൂൾ യാത്രകളും ഓഫീസ് യാത്രകളും ഒഴിവാക്കുന്നത് വഴി ലാഭിക്കുന്ന കോടിക്കണക്കിന് ലിറ്റർ ഇന്ധനം രാജ്യം ഉപയോഗിക്കാൻ പോകുന്നത് ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾക്കാണ്. നമ്മുടെ കർഷകർക്ക് ട്രാക്ടറുകൾ ഓടിക്കുവാനും രാജ്യത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഭക്ഷ്യസാധനങ്ങളും മറ്റു മരുന്നുകളും എത്തിക്കുന്ന ചരക്ക് ലോറികൾക്കും നമ്മുടെ പൊതുഗതാഗത സംവിധാനങ്ങൾ ഈ ഇന്ധനം കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാൻ ഇതിലൂടെ സർക്കാരിന് സാധിക്കും. അതിലുപരി എന്ത് പ്രതിസന്ധി വന്നാലും രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കുന്ന നമ്മുടെ പ്രതിരോധ സേനയ്ക്ക് അവരുടെ സൈനിക വാഹനങ്ങൾക്കും യുദ്ധവിമാനങ്ങൾക്കും ആവശ്യമായ ഇന്ധനത്തിന് ഒരു തരത്തിലുള്ള കുറവും വരാൻ പാടില്ല. നമ്മൾ വീടുകളിലിരിക്കുമ്പോൾ ലാഭിക്കുന്ന ഓരോ തുള്ളി ഇന്ധനവും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാധാരണക്കാരുടെ പട്ടിണി മാറ്റാനുമാണ് ഉപയോഗിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധം കാരണം ലോകം മുഴുവൻ വിലക്കയറ്റത്തിലേക്കും കൂപ്പുകുത്തുമ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അതിന്റെ ഭാരം താങ്ങേണ്ടി വരില്ല. കാരണം ഈ ഇന്ധന സംരക്ഷണത്തിലൂടെ ആവശ്യ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്താൻ സർക്കാരിന് കഴിയും. പ്രിയമുള്ളവരെ, ഒരു രാജ്യസ്നേഹി എന്ന നിലയിൽ ഈ സമയത്ത് നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? ഇതൊരു ബുദ്ധിമുട്ടായി കാണാതെ രാജ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു വലിയ സേവനമായി ഈ നിയന്ത്രണങ്ങൾ സ്വീകരിക്കുക. ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കുക. പൊതുഗതാഗതം പരമാവധി ഉപയോഗിക്കുക. ഇന്ധനം കിട്ടില്ലെന്ന ഭയത്തിൽ പെട്രോൾ പമ്പുകളിൽ പോയി ഇന്ധനം വാങ്ങിക്കൂട്ടുന്ന പ്രവണത പൂർണ്ണമായും ഒഴിവാക്കുക. രാജ്യം ആവശ്യത്തിന് ഇന്ധനം കരുതി വച്ചിട്ടുണ്ട്. അത് വിവേകപൂർവ്വം ഉപയോഗിക്കാനുള്ള ഒരു പ്ലാൻ മാത്രമാണ് സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. പരിഭ്രാന്തി പരത്തുന്ന വ്യാജ സന്ദേശങ്ങളിൽ വീഴാതിരിക്കുക. യുദ്ധങ്ങൾ അതിർത്തികളിൽ മാത്രമല്ല നടക്കുന്നത്, സാമ്പത്തിക രംഗത്തും ഊർജ്ജ മേഖലകളിൽ ഇത്തരം നിശബ്ദ യുദ്ധങ്ങളെ അതിജീവിക്കാൻ ഒരു സർക്കാരിന് മാത്രം കഴിയില്ല. അവിടെ ജനങ്ങൾ ഭരണകൂടത്തിനൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കണം. ഈ പ്രതിസന്ധിയും നാം മറികടക്കും. കൂടുതൽ കരുത്തോടെ നമ്മുടെ രാജ്യം മുന്നേറും. ഇന്നത്തെ ഈ ചെറിയ വിട്ടുവീഴ്ചകൾ നാളത്തെ നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്കുള്ള അടിത്തറയാണ്. രാജ്യ താൽപര്യത്തിന് മാത്രം മുൻഗണന നൽകുന്ന കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നന്ദി. ജയ് ഹിന്ദ്.